പരസ്പരം കരാറുകൾ റദ്ദാക്കുന്ന തിരക്കിലാണ് ഭാരതവും പാകിസ്ഥാനും. ഭാരതം റദ്ദാക്കി ഒരു കരാർ, നിർണായക കരാറാണ് 1960 പാകിസ്ഥാനുമായി എത്തിച്ചേരപ്പെട്ട നദീജല കരാർ. വലിയ ഒരു ആഘാതമാണ് പാകിസ്ഥാൻ ഏൽപ്പിച്ചത്. അതായത് സിന്ധു നദീജല ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കരാർ. അതിന് തിരിച്ചടിയെന്നോളം പാകിസ്ഥാൻ ഷിംല കരാർ അങ്ങ് റദ്ദ് ചെയ്യുകയാണ്. 1972 ഷിംല എഗ്രിമെൻറ്റ് ഇനി ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. പരസ്പരം എയർ സ്പേസുകൾ ഉപയോഗിക്കുന്നത് തടയുന്നു. അതുപോലെ അതിർത്തികൾ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു. വാഗ അട്ടാരി അതിർത്തി കൊട്ടിയടയ്ക്കുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കുന്നു, തിരിച്ചു വിളിക്കുന്നു എന്നു വേണ്ട എല്ലാ രീതിയിലും യുദ്ധസമാനമായ സാഹചര്യം. ഈ വീഡിയോയുടെ ഇതിവൃത്തം എത്രത്തോളം രണ്ട് രാജ്യങ്ങൾക്കും വേദനയുണ്ടാക്കുന്നതാണ് നദീജല കരാറിൽ നിന്നുള്ള പിന്മാറ്റവും അതുപോലെ ഈ പറയുന്ന 72 ഷിംല എഗ്രിമെൻറ്റിൽ നിന്നുള്ള പിന്മാറ്റവും. ഇതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. ഇത് നോക്കൂ, എന്തായിരുന്നു നദീജല കരാർ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്? 1948 ഭാരതം ഒരു തീരുമാനമെടുത്തു. യുദ്ധം 47 തന്നെ യുദ്ധമുണ്ടായല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് തന്നെ യുദ്ധത്തിലേക്കാണ് രാജ്യങ്ങൾ പ്രവേശിച്ചത്. അല്ലെങ്കിൽ യുദ്ധസമാനമായൊരു അന്തരീക്ഷം, അങ്ങോട്ടും ഇങ്ങോട്ടും അഭയാർത്ഥികളുടെ വലിയ തോതിലുള്ള പോക്ക്, ഇതെല്ലാം കാരണം ഭാരതം തങ്ങളുടെ ഭൂപ്രദേശത്തിലൂടെ, തങ്ങളുടെ കാശ്മീരിലൂടെ ഒഴുകി വന്ന്, പഞ്ചാബിലൂടെയൊക്കെ ഒഴുകി വന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന നദികൾ 6 നദികളാണ് അല്ലേ. പഞ്ചാബ് എന്ന് പറയുന്ന 5 നദികളുടെ സ്ഥലം. 6ാമത്തെ നദി മഹാനദിയാണ് സിന്ധു നദീതട. ഒരു നാഗരികതയുടെ ഒരു കളിത്തട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം സിന്ധു നദി. ഏറ്റവും പടിഞ്ഞാറ് കൂടി ഒഴുകുന്ന സിന്ധു നദി അതങ്ങ് ചൈനയുടെ ഭാഗത്ത് ടിബറ്റൻ മേഖലയിൽ ഉദ്ഭവിച്ച് ലഡാക്കിലൂടെ ആ ഭാഗത്തൂടെയൊക്കെ ഒഴുകി വന്ന് കാശ്മീരിൻ്റെ വടക്കൻ ഭാഗത്തൂടെ ഒഴുകി പിന്നീട് പാകിസ്ഥാൻ്റെ ഭാഗത്തൂടെ ഒഴുകി അങ്ങ് അറബിക്കടലിൽ പതിക്കുന്ന സിന്ധു നദി. പക്ഷേ സിന്ധു നദിയിലേക്കൊക്കെ വന്നു ചേരുന്ന, പക്ഷേ അതിന് സമാന്തരമായി തന്നെ ഏറെ ദൂരം ഒഴുകുന്ന നദികളാണ് പടിഞ്ഞാറൻ നദികളായ ജലം, ചെനാബ് എന്നീ നദികളും സിന്ധു നദിയും. കിഴക്കൻ നദികൾ, അത് ഇന്ത്യയെ നനയ്ക്കാനുള്ള നദികളാണ് കിഴക്കൻ നദികൾ. രവി, സത്ലജ്, ബിയാസ്. അപ്പോൾ ഈ 3 നദികൾ ഇന്ത്യ, 3 നദികൾ പാകിസ്ഥാൻ. ഈ കാര്യത്തിൽ ആ എഗ്രിമെൻറ്റിലൂടെ, സിന്ധു നദീജല കരാറിലൂടെ 1960 എഗ്രി ചെയ്യപ്പെട്ടു. അതിനർത്ഥം എന്താ? പാകിസ്ഥാന് അൺഇൻറ്ററപ്റ്റഡായ വാട്ടർ സപ്ലൈ ഉറപ്പുവരുത്തും. ആകമാന ജലത്തിൻ്റെ, ആ പ്രദേശത്തൂടെ ഒഴുകി വരുന്ന ആകമാന ജലത്തിൻ്റെ 80% പാകിസ്ഥാനിലേക്കാണ് ഒഴുകുന്നത്. അതിനർത്ഥം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 20 മുതൽ 25% വരെ കാർഷിക വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് പാകിസ്ഥാനിൽ കൃഷി നടക്കണമെങ്കിൽ കനാൽ സിസ്റ്റം ഉണ്ടാകണം. കനാലിലേക്ക് വെള്ളം എത്തണമെങ്കിൽ നദികളിൽ കൂടി മാത്രമേ അതുണ്ടാകൂ. പാകിസ്ഥാനിൽ മാത്രമായി ഉദ്ഭവിക്കുന്ന നദികളില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ജീവനാടി തന്നെയാണ് നദികൾ. അപ്പോൾ ആ ഒരു കാര്യം അബ്രോഗേറ്റ് ചെയ്തു. അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അതിന് ബദലായി പാകിസ്ഥാൻ ചെയ്തത് എന്താണ്? സിംല ഉടമ്പടിയിൽ നിന്നും പിന്മാറി. എന്തായിരുന്നു സിംല ഉടമ്പടി? 1972 ബംഗ്ലാദേശ് യുദ്ധശേഷം 71 ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞു. അത് വലിയൊരു സാഹസമാണ് പാകിസ്ഥാൻ കാണിച്ചത്. ബംഗ്ലാദേശിനെ ഒരു രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യുക, ബംഗാളി ഭാഷ വേണ്ട എന്ന് വെക്കുക, അതുമാത്രമല്ല റസാക്കേഴ്സിനെ അയച്ചുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ബംഗ്ലാദേശ് ഇന്ത്യ കൂടി ഇടപെട്ട് മോചിപ്പിച്ചു. അവിടെ കിഴക്കൻ സെക്ടറിലും പടിഞ്ഞാറൻ സെക്ടറിലും അന്ന് നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റമ്പി. നമ്മുടെ സൈന്യം ലാഹോർ വരെ ഒക്കെ എത്തി. അവിടുന്ന് പിന്നെ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈന്യം തിരിച്ചു പോയത്. അത് നിയന്ത്രണ രേഖ എന്ന് പറയുന്നത് അടയാളപ്പെടുത്തപ്പെട്ടത് കുറച്ചുകൂടി ദൃഢമായി അടയാളപ്പെടുത്തിയതും, നിയന്ത്രണ രേഖ പരസ്പരം കടക്കരുത് എന്ന ഒരു മ്യൂച്വൽ തീരുമാനമെടുത്തതും സിംല എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1960 സിറ്റുവേഷൻ അല്ല 1972. 60 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റും അയൂബ് ഖാനും ആയിരുന്നു അന്ന് കരാർ ഒപ്പിട്ടതെങ്കിൽ ഒരു തലമുറ മാറ്റമുണ്ടായി. ഇന്ദിരാഗാന്ധി, നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭുട്ടോയും തമ്മിൽ 72 എത്തിച്ചേർന്ന കരാറാണ്. അത് ഇന്ത്യയുടെ മണ്ണാണ്, ഷിംല എന്ന് ഓർക്കണം. അവിടെ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. അവിടെ വെടിനിർത്തൽ കരാർ കൂടിയാണ്. ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല, അതിർത്തി ലംഘിക്കില്ല. ഇരു രാജ്യങ്ങളും പറയുകയാണ്
അത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ് കൂടുതൽ. ഇന്ത്യക്ക് വേണമെങ്കിൽ ആ സമയത്തെ സ്ട്രെങ്തിൽ നിൽക്കുമ്പോൾ കയറി കാശ്മീർ മുഴുവൻ പിടിക്കാമായിരുന്നു, അല്ലെങ്കിൽ ലാഹോർ വരെ കീഴടക്കി മുന്നോട്ട് പോകാമായിരുന്നു. പാകിസ്ഥാന് വലിയ തോതിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. ജയിച്ചു നിൽക്കുന്ന രാജ്യമല്ലേ, ദ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ. അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യ ഉദാരമായി അനുവദിച്ച വ്യവസ്ഥകൾക്ക് പാകിസ്ഥാൻ കീഴ്പ്പെട്ടു. അല്ലെങ്കിൽ അങ്ങനെയാണ് പാകിസ്ഥാനെ നിർബന്ധിപ്പിച്ച് ഷിംലയിൽ ഒപ്പുവെപ്പിച്ചു എന്ന് അന്ന് തന്നെ പാകിസ്ഥാനുള്ളിൽ ഒരു മുറവിളി ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ലൗഡായിപ്പോൾ ഇപ്പോൾ ഒരു ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് ഇന്ത്യ തീരുമാനിച്ചപ്പോൾ അത് യുദ്ധപ്രഖ്യാപനമായി പാകിസ്ഥാൻ്റെ സുരക്ഷാ വിഭാഗം, അതിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് അവിടെയും കൂടി, നമ്മുടെ ക്യാബിനറ്റിൻ്റെ സുരക്ഷാ സമിതി കൂടിയപ്പോൾ പാകിസ്ഥാനിൽ സമാനമായ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായി. അവിടുത്തെ തീരുമാനം അതായിരുന്നു, ഇന്ത്യയുമായിട്ടുള്ള എല്ലാ കരാറുകളും, എല്ലാ വ്യാപാരവും, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. അത് പാകിസ്ഥാൻ ഉണ്ടാക്കാവുന്ന ഒരു ആഘാതം ഇനി ഇന്ത്യക്കൊന്നും നോക്കേണ്ടതില്ല. താത്വികമായി പറഞ്ഞാൽ ഇന്ത്യക്ക് വേണമെങ്കിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ കയറി പിടിക്കാം. സിംല കരാർ നിലവിലില്ലല്ലോ, അതിർത്തി ലംഘിച്ചു എന്ന് ഇല്ലല്ലോ, അതിർത്തി ഇനി ബാധകമല്ല. അപ്പോൾ ഇന്ത്യ ഇനി നിശ്ചയിക്കുന്നതാണ് അതിർത്തി എന്ന് വേണമെങ്കിൽ ഇന്ത്യക്ക് ബാധിക്കാം. കാരണം പാകിസ്ഥാൻ കരാറിൽ നിന്ന് പിന്മാറിയല്ലോ, അതുകൊണ്ട് ഇന്ത്യക്കും കരാർ ഫോളോ ചെയ്യാൻ ബാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ അവസരം, ഇന്ത്യക്കുള്ളിൽ ഒരു റാഡിക്കൽ വിഭാഗമുണ്ട്, വാർമോങ്കറിങ് വിഭാഗമുണ്ട്, ഇന്ത്യയുടെ ദേശീയത, തീവ്രദേശീയ വികാരമുള്ള ആളുകളുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തി POK പിടിച്ചെടുക്കണം. ജിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖല പൂർണ്ണമായി ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കണം എന്ന ഒരു മുറവിളി ഇന്ത്യക്കുള്ളിൽ ഉയരുന്നുണ്ട്. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഫീസിബിൾ ആണോ എന്ന് ഓർക്കണം. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷേഴ്സ് ഉണ്ടാകും. അതൊക്കെ തന്നെ ഒരു യുദ്ധസമാനമല്ല, അത് യുദ്ധം തന്നെയാണ്. പൂർണ്ണ യുദ്ധത്തിലേക്ക്, ആണവ യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ പൂർണ്ണമായി അവസാനിച്ചിരിക്കും, പക്ഷേ ഇന്ത്യക്കും വലിയ ഡാമേജ് ഉണ്ടാകും എന്നത് നിസ്തർക്കമായ കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു വാർമോങ്കറിങ് അവിടെ ഈ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ മനസ്സിലൂടെ ഒരു യാത്ര കൂടി വേണം. ആരുടെ ആവശ്യമാണ് യുദ്ധം? എൻ്റെ ചിന്ത പോകുന്നത് ഇങ്ങനെയാണ്, യുദ്ധം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആവശ്യമാണ്. പാകിസ്ഥാനിൽ മോസ്റ്റ് പാമ്പേർഡ് വിഭാഗമാണ് സൈന്യം. ഏറ്റവും അധികം താലോലിക്കപ്പെടുന്ന, എല്ലാ റിസോഴ്സുകളും ആവശ്യാനുസരണം ലഭിക്കുന്ന, തോക്ക് വേണോ തോക്ക്, ടാങ്ക് വേണോ ടാങ്ക്, പണമാണോ, എന്താണോ വേണ്ടത്, ദേശീയ ഖജനാവിൻ്റെ നല്ലൊരു പങ്ക് പാകിസ്ഥാൻ ഡിഫൻസിന് വേണ്ടിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കരസേനയാണ് അവിടുത്തെ ഡിഫാക്ടോ അതോറിറ്റി എന്ന് പറയാം. കരസേനയുടെ ഒരു അധിപൻ ഇപ്പോൾ ജനറൽ അസിം മുനീറാണ്. ജനറൽ അസിം മുനീർ വലിയ മോഹങ്ങളുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റാണ്. അദ്ദേഹം വലിയ തോതിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി, തീവ്രവാദ വിഭാഗങ്ങളുമായി ചങ്ങാത്തം പുലർത്തുന്ന ആളാണ്. ISIയുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. ISIയുടെ ഉൾപ്പെടെ ക്യാമ്പുകളിൽ, ISI തീവ്രവാദികളെ ഒരുക്കുന്നതിന് ഭാഗമായി നടത്തുന്ന ക്യാമ്പുകളിൽ, റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പുകളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ഓർക്കുക, ജനറലാണെന്ന് ഓർക്കണം. അയാൾ അങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ഒരു നേതാവ് പാകിസ്ഥാനിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹവുമായി പോലും കൂടിക്കാഴ്ച, ഇങ്ങനെ ഒരു ക്യാമ്പിൽ അദ്ദേഹവുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് ചെക്കേർഡാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും സിവിലിയൻ ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട്, അട്ടിമറിക്കുകയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ അധികാരം ഷഹബാസ് ഷെരീഫിനോട് പറഞ്ഞാൽ മതി, സാർ ഇനി വീട്ടിൽ പോയി ഇരുന്നോളൂ, ഞങ്ങൾ പാകിസ്ഥാൻ ഭരിച്ചോളാം, സാർ ഭരിച്ചാൽ ശരിയാവില്ല. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു വിടാവുന്ന ഒരു രീതിയിലാണ്. അല്ലാതെ ഈ വലിയ വെട്ടിയും പുകയും ഉതിർത്ത് അധികാരം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ സൈന്യത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു ഇമ്രാൻഖാൻ ജയിച്ചു വന്ന് പ്രധാനമന്ത്രിയാകുക എന്നുള്ളത്. ഇമ്രാൻഖാൻ സൈന്യത്തിന് അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഇമ്രാൻഖാനെ മാറ്റി നവാസ് ഷെരീഫിൻ്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫിനെ അവിടെ പ്രധാനമന്ത്രിയാക്കി. സോ സിമ്പിൾ. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഒന്നും തന്നെ പാകിസ്ഥാൻ്റെ ഭരണത്തിൻ്റെ മേൽ, സൈനിക നീക്കത്തിന് മേൽ നിയന്ത്രണമില്ല. ഇന്ത്യയിലെ സ്ഥിതി അങ്ങനെയല്ല. മറിച്ച് നോക്കൂ, ഇന്ത്യ നോക്കൂ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടാണ്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് യുദ്ധത്തിനുള്ള, അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമുള്ള സർവകക്ഷി മീറ്റിംഗ് അതിനൊരു ഉദാഹരണമാണ്. അതുമാത്രമല്ല, ഇന്ത്യ വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിക്കുകയും രാജ്യം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. കാശ്മീർ ജനത പോലും
ഒറ്റക്കെട്ടായി നിൽക്കുന്നു, ഇന്ത്യയോടൊപ്പമാണ്, ദേശീയത നിൽക്കുന്നു. മറിച്ച് പാകിസ്ഥാൻ നോക്കൂ, ചിതറി നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇവിടെ താലിബാൻ ഇപ്പോൾ വലിയ കലാപമാണ് ഉയർത്തുന്നത്. അവർ അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് നിന്നുകൊണ്ട്, അഫ്ഗാൻ താലിബാനുമായി ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നിരന്തരം ആക്രമണം നടത്തുകയാണ്. ഇപ്പം ബലൂചിസ്ഥാനിലെ അവസ്ഥ നോക്കൂ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് കഴിഞ്ഞ മാസം ട്രെയിൻ തടഞ്ഞു വെച്ചുകൊണ്ട് അനേകരെ വധിച്ചു. അത് ആർമിക്ക് കടന്നു ചെല്ലാനാവാത്ത രീതിയിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്വാധീനം അവിടെ വർദ്ധിക്കുകയാണ്. ബലൂചിസ്ഥാൻ മിക്കവാറും പോയ പോലെയാണ്, പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ്. അവർ വളരെയധികം അസംതൃപ്തിയുണ്ട്. പഞ്ചാബി ഡോമിനൻസിൽ അവർ അസംതൃപ്തരാണ്. സിന്ധിലും അസംതൃപ്തി പുകയുന്നു. അത് മാത്രമല്ല, പാകിസ്ഥാൻ തെരുവുകളിൽ വലിയ പ്രക്ഷോഭം നടന്നു. ഈ പാകിസ്ഥാൻ്റെ ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ ആ ആവശ്യമില്ലാതെ വെറുതെ അനാവശ്യമായി ഇന്ത്യയെ ചൊറിയാൻ പോയതിനെതിരെ പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളിലും, പഞ്ചാബിലെല്ലാം ഓർക്കണം, നോർത്ത് വെസ്റ്റ് പഠാൻ മേഖലയിലും അതുപോലെ ബലൂച്ച് മേഖലയിലുമൊക്കെ പ്രക്ഷോഭം നടന്നു. ഇത് ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതിന് തുല്യമാണ്. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുമ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത്? പഞ്ചാബിലെ ഉൾപ്പെടെ പാകിസ്ഥാനിലെ പൗരന്മാർ, കർഷകർ തെരുവിലിറങ്ങി പാകിസ്ഥാൻ ഭരണകൂടത്തോട് പറയും, ഈ കാടത്തം അവസാനിപ്പിക്കൂ. നിങ്ങൾ അനാവശ്യമായി നിങ്ങളുടെ കീശ വീർപ്പിക്കാൻ, നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ, നിങ്ങൾക്ക് ഭരണത്തിലെത്താൻ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ ഞങ്ങളുടെ കഞ്ഞിക്കുടി മുട്ടിച്ചിരിക്കുന്നു. വെള്ളമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അത് വലിയൊരു വിഷയമാണ്. ഇത് തന്നെയാണ് ഇന്ത്യ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു താല്പര്യം യുദ്ധമുണ്ടാകണമെന്ന് തന്നെയാണ്. യുദ്ധമുണ്ടായാൽ തീർച്ചയായും ഒരു സൈനിക ഭരണത്തിലേക്ക്, മിലിറ്ററി മാർഷ്യൽ ലോയിലേക്ക് നീങ്ങിയെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമായി നമ്മൾ നോക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ ആർമി ഒരു ഡൈലമയിലാണെന്ന്. കാരണം അവർക്കറിയാം, ഒരു പൂർണ്ണമായി ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ജയിച്ചു വരാവുന്ന ആ ഒരു സാഹചര്യം ഇല്ല. പക്ഷേ ജനറൽ അസീം മുനീർ, അദ്ദേഹം ശുഭാപ്തി വിശ്വാസിയാണ്. ശുഭാപ്തി എന്നല്ല, അദ്ദേഹം വിചാരിക്കുന്നത് ഇന്ത്യയിൽ ആകമാനം കലഹങ്ങളുണ്ടാകും. ഇപ്പോൾ തെരഞ്ഞു പിടിച്ച് ഈ മുസ്ലിം പേരുകൾ വിളിച്ച്, അല്ലെങ്കിൽ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്നൊക്കെ ഐഡൻറ്റിറ്റി, റിലീജിയസ് ഐഡൻറ്റിറ്റി നോക്കിയൊക്കെ ആളുകളെ വെടിവെക്കുമ്പോൾ ഇന്ത്യയിൽ മുസൽമാനും ഹൈന്ദവനും തമ്മിൽ പരസ്പരം സ്പർദ്ധയിലാകും, ആഭ്യന്തരമായ കലഹങ്ങളുണ്ടാകും. കാശ്മീരിലെ ജനത കൂടെ നിൽക്കും, പാകിസ്ഥാനോടൊപ്പം നിൽക്കും. അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. കാശ്മീരിലെ ജനത തെരുവിലിറങ്ങി, ത്രിവർണ്ണ പതാകയുമായി തെരുവിലിറങ്ങി, ഇന്ത്യ അനുകൂല മുദ്രാവാക്യങ്ങൾ, ദേശീയതയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി, പാക് ഭീകരരെ തള്ളിപ്പറഞ്ഞു. പാകിസ്ഥാൻ മുർദാബാദ് എന്നാണ് അവിടെ കേട്ട സ്വരം. അപ്പോൾ ഇതെല്ലാം പാകിസ്ഥാൻ്റെ ഒരു സൈനിക നേതൃത്വത്തെ വല്ലാതെ ഭീതിയിലാഴ്ത്തുന്നു. അതുകൊണ്ട് പോപ്പുലാരിറ്റി ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാൻ സൈനിക നേതൃത്വം ദൗർബല്യം മറയ്ക്കാൻ വേണ്ടി, രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി യുദ്ധമാണ് രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യയുമായി യുദ്ധം വരുമ്പോൾ പാകിസ്ഥാൻ ജനത ഒരുമിച്ച് നിൽക്കാൻ നിർബന്ധിതരാകും എന്ന ഒരു യുക്തി അദ്ദേഹം അസീം മുനീർ പ്രയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ കാണാം. മാത്രമല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ടെററിൻ്റെ ബ്രീതിങ് ഗ്രൗണ്ടായി മാറിയിരിക്കുന്നു. ഇന്ത്യക്കെതിരെ മാത്രമല്ല, ലോകത്താകമാനമുള്ള ഭീകര നെറ്റ്വർക്കിൻ്റെ ശൃംഖലയിലെ വലിയൊരു കണ്ണിയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ വിഭാഗങ്ങൾ, ഇപ്പം ജയ്ഷെ മുഹമ്മദ് എന്ന വിഭാഗം, ആ ജയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രങ്ങളിലാണല്ലോ അന്ന് ആക്രമണം ഉണ്ടായത്. ഈ 2019 ഈ സർജിക്കൽ സ്ട്രൈക്ക്, പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ടിലെ ക്യാമ്പുകളൊക്കെ ജയ്ഷ് മുഹമ്മദ് എന്ന സംഘടനയുടെ ആയിരുന്നു. അപ്പം ഈ ജയ്ഷെ മുഹമ്മദും ലഷ്കർ തോയ്ബയും തമ്മിൽ ഇപ്പോൾ വലിയ സഹകരണത്തിലാണ്. അവർ പലപ്പോഴും റൈവൽസാണ്. ഒരേ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും, കാശ്മീർ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും വ്യത്യസ്തമായ മാർഗ്ഗങ്ങളാണ്. പക്ഷേ അവർ കൈകോർത്തിരിക്കുന്നു. അതിനെ യോജിപ്പിച്ച് നിർത്തുന്നത് ജനറൽ അസീം മുനീർ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു നെക്സസ് അവിടെ വലിയ രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളും അവരുടെയും നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രാറ്റജി മാറിയിരിക്കുന്നു. അവർ നേരിട്ട് ഇടപെടുന്നതിന് പകരം ഈ ഫ്രോണ്ടൽ TRF, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പോലെയുള്ള പുതിയ പേരുകളുള്ള ഒരു ഗ്രൂപ്പുകളെ സൃഷ്ടിച്ച് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്ത്, കഴിവതും കാശ്മീരിൽ നിന്ന് തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ കാശ്മീരിൽ യുവാക്കൾ ഉറങ്ങിക്കിടക്കുകയാണ്. അവർ നല്ല അന്തരീക്ഷവും നല്ല സുഖകരമായ ആലസ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അവരും സടകുടഞ്ഞെഴുന്നേക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശവും. അതുകൊണ്ട് കാശ്മീരിനെ ഡിസ്റ്റെബിലൈസ് ചെയ്യാനും യഥാർത്ഥത്തിൽ വലിയ തോതിൽ റിക്രൂട്ട്മെൻറ്റ് കാശ്മീരിൻ്റെ ഉള്ളിൽ നിന്നും അതുപോലെ പാകിസ്ഥാനുള്ളിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ലഷ്കർ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് കസൂരി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ നടത്തിയത് ഇന്ത്യ കയ്യോടെ പിടിച്ച കാര്യം മറ്റൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കസൂരി ഉൾപ്പെടെയുള്ള ആളുകളുടെ
ഒരു വലിയ ഹൈപ്പർ ആക്ടിവിറ്റി പാകിസ്ഥാൻ നടക്കുന്നു. കയറൂരി വിട്ടതുപോലെയാണ് സാഹചര്യങ്ങൾ. പാകിസ്ഥാൻ ആത്യന്തികമായ ചോദ്യം, പാകിസ്ഥാൻ സൈന്യം അതിൻ്റെ ജനറൽ വിചാരിക്കുന്നിടത്ത് പിടിച്ച് കൊണ്ടെത്തിക്കാൻ കഴിയുമോ? ഇല്ല 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 എന്ന് തന്നെയാണ് ഉത്തരം. അതിർത്തിയിൽ സേനാവിന്യാസം നടക്കുന്നു, പാകിസ്ഥാൻ വലിയ പടയൊരുക്കങ്ങൾ നടക്കുന്നു, ഇന്ത്യയുടെ ഭാഗത്ത് അതിനേക്കാൾ വലിയ സന്നാഹങ്ങൾ ഒരുങ്ങുന്നു. അതുകൊണ്ട് ഒരു സൈനികമായ പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അത് പാകിസ്ഥാന് അനുകൂലമായ ഒന്നായിരിക്കില്ല എന്നത് നിശ്ചയമാണ്.